ഒരു ബലാത്സംഗ കേസിൽ ഒരു പ്രതിയെ തെളിവുകളുടെ ആനുകൂല്യത്തിൽ, തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുമ്പോൾ ഈ ആഘോഷം വേണോ എന്ന് നിശ്ചയമായും ചോദിക്കാം. സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന മധുര വിതരണവും പടക്കം പൊട്ടിക്കലിനും അപ്പുറത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. ഇനി അയാൾ ആണ് സംസാരിക്കുക. ഇതുവരെ കേട്ടത് ഏകപക്ഷീയമായ വിധിയെഴുത്തലുകളും വാർത്താ വിചാരണകളും മാത്രമാണ്. ഇനി ദിലീപിന് പറയാനുള്ളത് സമൂഹം കേൾക്കും എന്നതടക്കമുള്ള വിധിയെഴുത്തലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കോടതി മുറിയിൽ വെച്ച് തന്നെ, കോടതി മുറിക്കകത്ത് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കെ ഈ ദൃശ്യങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെട്ടു, ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഈ ദൃശ്യങ്ങളുടെ ഇതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഹാഷ് വാല്യൂസ് മാറിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ട ഫോറൻസിക് എവിഡൻസ് ഉള്ള കേസാണ്. അപ്പൊ കോടതി വിധിക്കകത്തു പോലും, കോടതി മുറിക്കകത്തു പോലും അതിജീവിതയെ സംബന്ധിച്ച് അവർ ആഗ്രഹിച്ചതോ പൊതുസമൂഹം ആഗ്രഹിച്ചതോ ആയിട്ടുള്ള നീതി കിട്ടാത്ത ഒരു പശ്ചാത്തലം, ഒരു പുരാവൃത്തം ഈ കേസിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് 8-ാം പ്രതിയെ വെറുതെ വിടുന്നത് ആരും അത്ഭുതത്തോടു കൂടിയോ ആശ്ചര്യത്തോടു കൂടിയോ കേട്ട് സ്തബ്ധരാകുന്നൊന്നുമില്ല. പ്രതീക്ഷിച്ച വിധി തന്നെയാണ്. ദിലീപിനെ വെറുതെ വിട്ടതിലുള്ള ആഹ്ലാദവും ആഘോഷവും ഇപ്പോൾ ദിലീപിന്റെ വീടിന് പുറത്തും അതുപോലെ തന്നെ കോടതി മുറിക്ക് പുറത്തും കോടതിയുടെ വെളിയിലും ഒക്കെ കാണാം. 8-ാം പ്രതിയായ ദിലീപ്, 9-ാം പ്രതി, 10-ാം പ്രതി, 15-ാം പ്രതി എന്നിവരെയൊക്കെ, 9-ാം പ്രതി, 15-ാം പ്രതി എന്നിവരെയൊക്കെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർ മാത്രമാണ് കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപ് കുറ്റക്കാരനല്ല. ഈ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല എന്ന് കോടതി വിധി എഴുതിയിരിക്കുന്നു. കുറ്റവാളികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ചയാണ് പ്രഖ്യാപിക്കുക എന്നതടക്കമുള്ള വിവരങ്ങൾ വന്നിരിക്കുന്നു. ആദ്യ 6 പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ദിലീപ് അടക്കമുള്ള 4 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. ആദ്യ 6 പ്രതികൾ, ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആളുകൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ഇവരിത് എന്തിനു വേണ്ടി ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയില്ല. എങ്ങനെയാണ് പൾസർ സുനിയുടെ അക്കൗണ്ടിലേക്ക് ഈ പണം എത്തിയത് എന്നുള്ളത് അറിയില്ല. പൾസർ സുനി എന്ത് സത്യമാണ് വിളിച്ചു പറയുക എന്ന് കത്തെഴുതിയത് എന്ന് നിയമം പറയുന്നില്ല. എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ദുരുപയോഗം ചെയ്യപ്പെട്ടത് എന്ന് വിധി പറയുന്നില്ല. ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി കേസുകളുടെ ഉദാഹരണമുണ്ട്. സൂര്യനെല്ലി കേസിന്റെ കാര്യം ഞാൻ ഈ വിധി പ്രസ്താവന തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞു. സൂര്യനെല്ലി കേസിൽ 2004 അതിലെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പറഞ്ഞ ജഡ്ജി പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാമറ ഉണ്ട് എന്ന് അറിയാതെ ബാലവേശ്യയായിരുന്നു അവൾ എന്ന ആ പെൺകുട്ടിയെ വിളിച്ച ചരിത്രമുണ്ട്. അത് കേരള ഹൈക്കോടതിയെ സംബന്ധിച്ചിട്ടാണ്. അങ്ങനെ ഒരു പശ്ചാത്തലം നമുക്കുണ്ട്. ഫ്രാങ്കോ മുളയ്ക്കലിനെ വിചാരണ കോടതി വെറുതെ വിടുന്നത് നമ്മൾ കണ്ടു. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് വൈറ്റ് കോളർ റേപ്പിസ്റ്റ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന ചോദ്യം ചോദിക്കുന്നത് ഉചിതമാകുമെന്ന് തോന്നുന്നു. ഗോവിന്ദച്ചാമി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് വധശിക്ഷയല്ല. ഗോവിന്ദച്ചാമി ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമി തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു നാടോടിയായിരുന്നു. അതിനപ്പുറത്ത് വൈറ്റ് കോളർ റേപ്പിസ്റ്റുകൾ എവിടെ, എന്ന്, ഏത് കാലത്ത് വലിയ പണമുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടും എന്ന് ഒരു സ്ത്രീ ചോദിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾ ചോദിച്ചാൽ അതിന് ഉത്തരം ആരും പറയണം.